14-15 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ലസ് ചേട്ടൻ എന്റെ അടുത്ത് എനിക്കിങ്ങനെ ആടുജീവിതം സിനിമയാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, അപ്പൊ അതിൽ നജീബായിട്ട് രാജു അഭിനയിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, ഇത് മലയാളത്തിൽ നടക്കുമോ, മറ്റൊരു ഭാഷയിൽ ചെയ്യുന്നതല്ലേ നല്ലത്? അപ്പൊ അന്ന് ബ്ലസ് ചേട്ടൻ പറഞ്ഞാണ്, രാജു ഇത് നജീബിന്റെ കഥയാണ്, ഇത് മലയാളത്തിന്റെ കഥയാണ്, അപ്പൊ ഇത് മലയാളത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 10 കൊല്ലങ്ങൾ ഈ ജേർണിയിൽ സത്യത്തിൽ നമ്മൾ ആരും ഒഴിഞ്ഞു പോകാതെ ഈ ഒരു വിഷനോടൊപ്പം വിശ്വാസത്തോടുകൂടി നിന്നതിന്റെ പ്രധാന കാരണം ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ ഡ്രീമൊക്കെ സാധ്യമായത് ബ്ലെസ്സി എന്ന മനുഷ്യന്റെ അൺബിലീവബിൾ കൺവിക്ഷൻ കാരണമാണ് കേട്ടോ. പക്ഷെ ബ്ലെസ് ചേട്ടന് ഒരു ഫോക്കസ് ഉണ്ട്, അതായത് എന്ത് സംഭവിച്ചാലും ഈ സിനിമ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് ഈ സിനിമ ഇന്ന് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന രൂപത്തിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണിത്. എല്ലാരും പൃഥ്വിരാജല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂലല്ലോ. അത് വേറൊരു മനുഷ്യനാണ്, അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. In the country we have only one Prithviraj.